ന്യൂസ് 11ലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. പകൽ സമയത്തെ വൈദ്യുതി നിരക്ക് കുറയ്ക്കുന്നത് പരിഗണനയിലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പറവൂരിൽ ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്ത മജ്ലിസ് ഹോട്ടലിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഹോട്ടൽ ഉടമകൾക്കെതിരെ വധശ്രമത്തിന് കേസ്. സംസ്ഥാനത്ത് നികുതി നിരക്കുകൾ പരിഷ്കരിക്കുമെന്ന സൂചന നൽകി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ഗുണ്ടാബന്ധമുള്ള പോലീസുകാരെ കണ്ടെത്താൻ ജില്ലാതല പരിശോധന. റിപ്പോർട്ട് നൽകാൻ ഡിജിപിയുടെ നിർദ്ദേശം. പോപ്പുലർ ഫ്രണ്ട് കേസുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇന്നും NIA റെയ്ഡ്. ഗുരുവായൂരിലെ ശവക്കോട്ട ഇന്ന് പൂങ്കാവനം. 4 വർഷത്തെ കഠിനാധ്വാനമെന്ന് മന്ത്രി MB രാജേഷ്. CITU അഖിലേന്ത്യാ സമ്മേളനത്തിന് ഇന്ന് ബംഗളൂരിൽ തുടക്കം. റിപ്പബ്ലിക് ദിനാഘോഷം. തിരുവനന്തപുരത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സല്യൂട്ട് സ്വീകരിക്കും. യഥാർത്ഥ പ്രശ്നങ്ങൾ വഴിതിരിച്ചുവിടുകയാണെന്ന് വിമർശനം ഉന്നയിച്ച് മാധ്യമങ്ങൾക്കെതിരെ രാഹുൽ ഗാന്ധി. എന്റെ പക്ഷം ഇടതുപക്ഷമല്ല, ബാബരി മസ്ജിദ് തകർത്തത് തന്റെ നിലപാട് മാറ്റിയെന്ന് നടൻ കമൽഹാസൻ. ആരോഗ്യ പ്രവർത്തക സമിതി യോഗം ഇന്നു മുതൽ തിരുവനന്തപുരത്ത്. G20 അംഗരാജ്യ പ്രതിനിധികൾ പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. പകൽ സമയത്തെ വൈദ്യുതി നിരക്ക് കുറയ്ക്കുന്ന കാര്യം പരിഗണനയിലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ചുരുങ്ങിയ ചെലവിൽ കേരളത്തിൽ തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും അതുവഴി അധിക പണത്തിന് വൈദ്യുതി വാങ്ങുന്ന സ്ഥിതി ഒഴിവാക്കാനാവുമെന്നും മന്ത്രി പറഞ്ഞു. ചെങ്ങന്നൂർ വൈദ്യുതി ഭവൻ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ സോളാർ ജലവൈദ്യുത പദ്ധതികൾ വഴി സംസ്ഥാനത്തെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സംസ്ഥാനത്തുടനീളം തടസ്സമില്ലാത്ത വൈദ്യുതി പ്രവാഹം ലഭ്യമാക്കാനാണ് ശ്രമം. അതുവഴി കൂടുതൽ വ്യവസായങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയും. പറവൂരിൽ ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്ത മജ്ലിസ് ഹോട്ടലിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അടിയന്തരമായി പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മജ്ലിസ് ഹോട്ടലിലെ ചീഫ് കുക്ക് പോലീസ് കസ്റ്റഡിയിലാണ്. ഹോട്ടലിന്റെ ഉടമസ്ഥർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. അതേസമയം ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സ തേടിയവരുടെ എണ്ണം 68ആയി. 2 കുട്ടികൾ ഉൾപ്പെടെ 28 പേരെ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 20 പേർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്ത് നികുതി നിരക്കുകൾ പരിഷ്കരിക്കുമെന്ന സൂചന നൽകി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ചരക്ക് സേവന നികുതി വകുപ്പ് പുനഃസംഘടനയും യാഥാർത്ഥ്യമായതിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. അതേസമയം കിഫ്ബി വഴിയുള്ള വിപുലമായ പദ്ധതി പ്രഖ്യാപനങ്ങൾ ഇത്തവണ ബജറ്റിൽ ഉണ്ടാവില്ലെന്നാണ് സൂചന. സാമ്പത്തിക ഞെരുക്കമാണ് സംസ്ഥാനത്ത്. വരുമാന വർധന ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളും നടപടികളും ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന സൂചനയാണ് ധനമന്ത്രി നൽകുന്നത്. ഗുണ്ടാബന്ധമുള്ള പോലീസുകാരെ കണ്ടെത്താൻ ജില്ലാതല പരിശോധനയ്ക്ക് DGPയുടെ നിർദ്ദേശം. പോലീസുകാരുടെയും SIമാരുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് നൽകാനാണ് ജില്ലാ പോലീസ് മേധാവിമാർക്കുള്ള നിർദ്ദേശം. ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് DYSPമാർ റിപ്പോർട്ട് തയ്യാറാക്കണം. പോപ്പുലർ ഫ്രണ്ട് കേസുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് NIAയുടെ റെയ്ഡ്. കൊല്ലം ചാത്തനാംകുളത്തെ PFI പ്രവർത്തകനായിരുന്ന നിസാമുദ്ദീന്റെ വീട്ടിലായിരുന്നു പരിശോധന നടത്തിയത്. ഡയറിയും തിരിച്ചറിയൽ രേഖകളും NIA ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിന് പിന്നാലെ ചവറ സ്വദേശി മുഹമ്മദ് സാദിഖിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ പരിപാടിയിൽ ഇയാൾ പങ്കെടുത്തിരുന്നു. മാത്രവുമല്ല, വിവിധ യാത്രയുമായി ബന്ധപ്പെട്ട രേഖകളും ഇയാളുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ചവറ പോലീസിന്റെ സഹായത്തോടെയായിരുന്നു പരിശോധന. ഗുരുവായൂർ ചൂൽപ്പുറത്തെ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്ത് കുട്ടികളുടെ പാർക്ക്, വഴിയോര വിശ്രമ കേന്ദ്രം, കഫറ്റീരിയ എന്നിവ നിർമ്മിച്ചതിൽ അഭിനന്ദനവുമായി മന്ത്രി MB രാജേഷ്. 4 വർഷത്തെ കഠിനാധ്വാനമാണ് ഈ നേട്ടത്തിന് പിന്നിലുള്ളതെന്നും 2 നഗരസഭാ കൗൺസിലുകൾ നടത്തിയിട്ടുള്ള മികച്ച പ്രവർത്തനത്തിന്റെ ഫലമാണിതെന്നും മന്ത്രി പറഞ്ഞു. ഗുരുവായൂർ നിവാസികൾക്കെല്ലാം ഇത് അവിശ്വസനീയമായ മാറ്റമാണ്. ശവക്കോട്ട ഇങ്ങനെയൊരു പൂങ്കാവനമായി തീരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ലെന്ന് ചിന്തിക്കുന്നവർക്കുള്ള ഉത്തരം കൂടിയാണിത്. ഈ ഗുരുവായൂർ മാതൃക കേരളത്തിനാകെ പ്രചോദനമാകണമെന്നും മന്ത്രി പറഞ്ഞു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തും. തുടർന്ന് അദ്ദേഹം റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും.
റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുക്കും. സംസ്ഥാന സർക്കാരുമായുള്ള നേർക്കുനേർ ഏറ്റുമുട്ടലിന് പിന്നാലെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാനെത്തുന്നത്. വിവിധ വിഷയങ്ങളിലുള്ള സർക്കാർ ഗവർണർ പോരിന് ശേഷം നിയമസഭയിൽ നയപ്രഖ്യാപനത്തിന് ആരിഫ് മുഹമ്മദ് ഖാനെ ക്ഷണിച്ചിരുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കുടുംബാംഗങ്ങൾക്കും ഉൾപ്പെടെ സൽക്കാരം നടത്താൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തീരുമാനിച്ചതായാണ് റിപ്പോർട്ട്. മാധ്യമങ്ങളുടെ പ്രവർത്തനത്തെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. നിരീക്ഷകർ എന്നതിലുപരി ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ഉപകരണമായി മാധ്യമങ്ങൾ മാറിയെന്ന് രാഹുൽ ആരോപിച്ചു. പഞ്ചാബിൽ നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു രാഹുലിന്റെ ആരോപണം. വിദ്വേഷം പ്രചരിപ്പിച്ച് മാധ്യമങ്ങൾ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഉപകരണമായി പ്രവർത്തിക്കുകയാണെന്നും രാഹുൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ കർഷകരെ കൊള്ളയടിക്കുന്നു, ചെറുകിട വ്യവസായങ്ങൾ തകർക്കപ്പെടുന്നു, എന്നാൽ ഹിന്ദു, മുസ്ലിം, ബോളിവുഡ്, സ്പോർട്സ് വാർത്തകൾ നൽകിയ യഥാർത്ഥ പ്രശ്നങ്ങൾ വഴിതിരിച്ചുവിടുകയാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. വലതുപക്ഷത്തു നിന്നും അകന്ന ഒരാളാണ് താനെന്ന് കമൽഹാസൻ. എന്നാൽ തന്റെ രാഷ്ട്രീയം ഇടതുപക്ഷമായിട്ടില്ലെന്നും മധ്യ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. താൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു ചെന്നതല്ലെന്നും രാഷ്ട്രീയം തന്നിലേക്ക് കടന്നു വരികയായിരുന്നുവെന്നും കമൽ പറഞ്ഞു. കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഫൈൻഡിംഗ് മൈ പൊളിറ്റിക്സ് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമാ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ അപകടത്തിൽ പരിക്ക് പറ്റി ആശുപത്രിയിൽ കിടക്കുമ്പോഴായിരുന്നു ബാബരി മസ്ജിദ് തകർന്നത്. രാഷ്ട്രീയത്തിൽ മതം ഇടപെടുന്നതിന് എതിരായ തന്റെ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും അതോടെയാണ് ഏറ്റവും ശക്തമായതെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾ ആശ്വാസം നേടാൻ ആശ്രയിക്കുന്ന ഒന്നാണ് മതം. നിങ്ങൾക്ക് ഒരു മതം തിരഞ്ഞെടുക്കാതിരിക്കാം. അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പോലും നിങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വായനയിലൂടെയും പത്രങ്ങളിലൂടെയും എഡിറ്റോറിയത്തിലൂടെയുമാണ് രാഷ്ട്രീയത്തിൽ എനിക്ക് താല്പര്യം തോന്നിയതും എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ G20 അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ ആരോഗ്യ പ്രവർത്തക സമിതി യോഗം ഇന്നു മുതൽ തിരുവനന്തപുരത്ത്. ഡിജിറ്റൽ ഹെൽത്ത്, ദേശീയ വാക്സിനുകൾ, മരുന്ന് ഗവേഷണങ്ങൾ, മെഡിക്കൽ ടൂറിസം തുടങ്ങിയ വിഷയങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ആരോഗ്യ മേഖലയിലെ ടൂറിസം സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ G20 അംഗരാജ്യങ്ങളുടെയും പ്രത്യേക ക്ഷണിതാക്കളായ രാജ്യങ്ങളുടെയും പ്രമുഖ അന്താരാഷ്ട്ര സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുക്കും. തിരുവനന്തപുരത്തിന് പിന്നാലെ ഗോവ, ഹൈദരാബാദ്, ഗാന്ധിനഗർ നഗരങ്ങളും ആരോഗ്യ പ്രവർത്തക സമിതി യോഗങ്ങൾക്ക് വേദിയാകും. ശേഷം മന്ത്രിതല യോഗവും ഇന്ത്യയിൽ നടക്കും. ഇന്നത്തെ ന്യൂസ് 11 ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.